അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കുട്ടികളെ നാളെ 2ാം ക്ലാസ്സിലെ ദുറൂസുൽ ഇഖ്സാന്റെ പരീക്ഷ നടക്കുകയാണ്. എല്ലാവരും തയ്യാറെടുപ്പ് നടത്തിയെന്ന് വിചാരിക്കുന്നു. നാളത്തെ പരീക്ഷയുടെ മോഡൽ ചോദ്യപേപ്പറും അതിന്റെ ഉത്തരങ്ങളും പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഭാഗങ്ങളും ഇതിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ കാണുമ്പോൾ എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് തുറന്നു വെച്ചുകൊണ്ട് കേൾക്കേണ്ടതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം. നിങ്ങൾ കൂട്ടുകാർക്ക് ഇതിന്റെ വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. നാളത്തെ പരീക്ഷയ്ക്ക് എല്ലാവർക്കും ഉന്നത വിജയം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഒന്നാമത്തെ ടൈപ്പ് ചോദ്യം ബ്രാക്കറ്റിൽ നിന്ന് ശരിയായ ഉത്തരം എടുത്ത് പൂരിപ്പിക്കുക എന്നുള്ളതാണ്. ഒന്നാമത്തെ ചോദ്യം എല്ലാ നല്ല കാര്യം തുടങ്ങുമ്പോഴും, അത് എല്ലാവരും പേജ് നമ്പർ 4 മറിക്കുക. 4ാമത്തെ പേജിൽ അത് പറയുന്നുണ്ട്. എല്ലാ നല്ല കാര്യം തുടങ്ങുമ്പോഴും ബിസ്മി ചൊല്ലണമെന്നാണ് നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അടുത്ത ചോദ്യം ബിസ്മി കൊണ്ട് തുടങ്ങിയാൽ, അതിന്റെ തൊട്ടടുത്ത വരിയിൽ കാണാം ബിസ്മി കൊണ്ട് തുടങ്ങിയാൽ പിശാച് അകന്നു പോകും. ഇനി അടുത്ത ചോദ്യം വന്നിരിക്കുന്നത് മുസ്ലിങ്ങൾ പരസ്പരം, എല്ലാവരും പേജ് നമ്പർ 7 എടുക്കും. അതിൽ കാണാം മുസ്ലിങ്ങൾ പരസ്പരം സലാം പറയണം. പിന്നെ നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നത്, പേജ് നമ്പർ 11 11ാമത്തെ പേജ് എടുക്കും. 11ാമത്തെ പേജിൽ പറയുന്നുണ്ട് നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നത് നമ്മുടെ ഉപ്പയാണ്. അടുത്ത ചോദ്യം മാതാപിതാക്കൾക്ക് വേണ്ടി നാം, പേജ് നമ്പർ 11 തന്നെ കൊടുത്തിട്ടുണ്ട്. മാതാപിതാക്കൾക്ക് വേണ്ടി നാം ദുആ ചെയ്യണം. പിന്നെ ഡാഷ് അള്ളാഹു നൽകിയ വലിയ അനുഗ്രഹമാണ്, അത് കൊടുത്തിരിക്കുന്നത് പേജ് നമ്പർ 13 13 ഒന്നാമത്തെ വരി നോക്കുക. ഉറക്കം എന്നാണ് അതിന്റെ ഉത്തരം. ഉറക്കം അള്ളാഹു നൽകിയ വലിയ അനുഗ്രഹമാണ്. ഈ ചോദ്യത്തിൽ നമുക്ക് മനസ്സിലാക്കുന്നത് പാഠം നന്നായിട്ട് വായിക്കണം. പാഠത്തിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാവും, തദ്രീബാത്തിൽ നിന്നും ചോദ്യം ഉണ്ടാവും. അപ്പൊ തദ്രീബാത്ത് മാത്രം പഠിച്ചാൽ പോരാ, പാഠങ്ങളും കൂടി നന്നായിട്ട് വായിച്ച് പഠിക്കേണ്ടതാണ്. രണ്ടാമത്തെ ചോദ്യം കള്ളികൾ പൂർത്തിയാക്കാം. ഒന്നാമത്തെ ചോദ്യം നോക്കാം. മാതാപിതാക്കൾക്ക് നമ്മെ ഇഷ്ടപ്പെട്ടാൽ അല്ലാഹു, പേജ് നമ്പർ 11 നോക്കൂ. മാതാപിതാക്കൾ അവസാനത്തെ വരി, മാതാപിതാക്കൾ നമ്മളെ ഇഷ്ടപ്പെട്ടാൽ അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടും എന്ന് അവിടെ എഴുതി കൊടുക്കണം. രണ്ടാമത്തെ സലാം വ്യാപിപ്പിച്ചാൽ, പേജ് നമ്പർ 8 മറിക്കാം. 8 കൊടുത്തിട്ടുണ്ട് സലാം വ്യാപിപ്പിച്ചാൽ. സലാം വ്യാപിപ്പിച്ചാൽ എന്റെ ഉത്തരം ഇവിടെ പേജ് നമ്പർ 7 കൊടുത്തിട്ടുണ്ട്. പരസ്പരം സ്നേഹം ഉണ്ടാകും. 3ാമത്തെ വരി പരസ്പരം സ്നേഹം ഉണ്ടാകും. സലാം വ്യാപിപ്പിച്ചാൽ പരസ്പരം സ്നേഹം ഉണ്ടാകും എന്നാണ് അതിന്റെ ഉത്തരം. പിന്നെ വായന തുടങ്ങുമ്പോൾ ഞാൻ ഡാഷ് എന്ന് പറയും. പേജ് നമ്പർ 6 എടുക്കൂ. 6ാമത്തിൽ പറഞ്ഞു വായന തുടങ്ങുമ്പോൾ ഞാൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയും. പിന്നെ സ്വർഗത്തിൽ കടക്കാൻ, പേജ് നമ്പർ 7 നോക്കൂ. സ്വർഗത്തിൽ കടക്കാൻ മുഅ്മിനാവണം. അസ്സലാമു അലൈക്കും എന്നാണ്, അത് പേജ് നമ്പർ 8 കൊടുത്തിട്ടുണ്ട്. അസ്സലാമു അലൈക്കും എന്നാണ് സലാം പറയുക. യോജിപ്പിക്കാം എന്നുള്ളത് 14ാമത്തെ പേജ് മറിക്കും. 14ാമത്തെ പേജില് കൊടുത്തിട്ടുണ്ട്. അവിടെ 14ാം പേജിന്റെ അവസാനം നോക്കൂ. രാത്രി നേരത്തെ ഉറങ്ങൽ നല്ല ശീലമാണ്. വൈകി ഉറങ്ങിയാൽ ആരോഗ്യം കുറയും. നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടമായിരുന്നില്ല ഇശാഇന് മുമ്പുള്ള ഉറക്കം. ആ ഭാഗം നന്നായിട്ട് വായിച്ചു പഠിക്കാം. 4ാമത്തെ ടൈപ്പ് ചോദ്യം ഉത്തരം എഴുതാം. നേരത്തെ ഉറങ്ങിയാലുള്ള 2 ഗുണങ്ങൾ എഴുതുക. അത് 14ാം പേജിന്റെ ഫസ്റ്റില് കൊടുത്തിട്ടുണ്ട്. 4 ഗുണങ്ങൾ കൊടുത്തിട്ടുണ്ട്. ബോക്സ് ഇട്ട് കൊടുത്ത് അതിൽ 2 ഗുണങ്ങൾ പഠിച്ചു വെക്കാം. ആരോഗ്യം കുറയും,
ഓർമ്മശക്തി കൂടും, പെരുമാറ്റം നന്നാകും, സന്തോഷം ഉണ്ടാകും. 2. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പയുടെയും ഉമ്മയുടെയും പേരുകൾ എഴുതുക. 12ാമത്തെ പേജ് മറിക്കും. 12ാമത്തെ പേജിൽ ആ ചോദ്യം കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഓർത്തു പറയാനുള്ള ചെറിയ ക്ലാസ് പഠിച്ച നബിന്റെ ഉപ്പയുടെ ഉമ്മയുടെ പേരുകൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നബിന്റെ ഉപ്പയുടെ പേര് അബ്ദുള്ള, ഉമ്മയുടെ പേര് ആമിന ബീവി. 3. സലാം വ്യാപിപ്പിച്ചാൽ എന്തുണ്ടാകുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അത് കൊടുത്തിരിക്കുന്നത് പേജ് നമ്പർ 7 കൊടുത്തിട്ടുണ്ട്. 7 3ാമത്തെ വരി, പരസ്പരം സ്നേഹം ഉണ്ടാകും. 4. എല്ലാ നല്ല കാര്യങ്ങളുടെയും ആദ്യത്തിൽ എന്ത് ചൊല്ലണം? അത് കൊടുത്തിരിക്കുന്നത് 4ാമത്തെ പേജിലാണ്. എല്ലാ നടുവില് വരി നോക്കുക. എല്ലാ നല്ല കാര്യം തുടങ്ങുമ്പോ ബിസ്മി ചൊല്ലണം. ഇനി 5ാമത് തെറ്റ് ശരിയാക്കാം. ഇവിടെ കൊടുത്തിട്ട് അസ്സലാമു അലൈക്കും എന്ന എഴുതിയത് തെറ്റാണ്. അതില് കുട്ടികൾ നന്നാക്കി എഴുതണം. അത് 7th പേജ് നമ്പർ 7 എടുക്കൂ. അതില് ഹെഡിങ്ങിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അസ്സലാമു അലൈക്കും വലുതാക്കി കൊടുത്തിട്ടുണ്ട്. അവിടെ ഹംസക്ക് പകരം ഐന് കൊടുക്കാം. 2. റിലൽ റബ്ബി ഫി റിലൽ വാലിദി, വാലിദ എന്ന കൊടുത്തത് അത് തെറ്റാണ്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, 11ാമത്തെ പേജ് മറിക്കൂ. 11ാം പേജിന് അവസാനം ഒരു ബോക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. റിലൽ റബ്ബി ഫി റിലൽ വാലിദൈനി എന്നാണ് വേണ്ടത്. അതിന്റെ അർത്ഥം ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. അത് പഠിക്കാം. റബ്ബിന്റെ തൃപ്തി മാതാപിതാക്കളുടെ തൃപ്തിയിലാണ്. പിന്നെ 6ാമത്തെ ചോദ്യം പകർത്തി എഴുതാം. നമുക്ക് നേരത്തെ ഉറങ്ങാം. അത് കൊടുത്തിരിക്കുന്നത് നമ്മുടെ 13ാമത്തെ പേജിൽ നോക്കാം. 13ാം പേജിന്റെ ഹെഡിങ് ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് നേരത്തെ ഉറങ്ങാം. അത് കുട്ടികൾ അതേപോലെ പകർത്തി എഴുതാനുള്ളതാണ്. ഈ മോഡലിലാണ് നാളെ പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. പല ചോദ്യങ്ങൾ ആവർത്തിച്ച് വരാൻ സാധ്യതയുണ്ട്. പാഠങ്ങൾ നന്നായിട്ട് പഠിക്കുക, തദ്രീബാത്ത് പഠിക്കുക. പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് പാഠം നമുക്ക് ആകെ പഠിക്കാനുള്ളത് 4 പാഠം മാത്രമേ ഉള്ളൂ. ഈ 4 പാഠങ്ങൾ 2 or 3 പ്രാവശ്യം ആവർത്തിച്ച് വായിച്ചതിന് ശേഷം മാത്രം പരീക്ഷകളിലേക്ക് പോവുക. അല്ലാഹു എല്ലാ മക്കൾക്കും നല്ല മാർക്കോട് കൂടിയുള്ള വിജയം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട മാത്രം ലൈക്ക് ചെയ്താൽ മതി. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. അല്ലാഹു നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.